ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചർച്ചകളിലെല്ലാം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ആൾക്കാർക്ക് സെൻട്രൽ ഗവൺമെൻറ്റിനെ എതിർക്കാനായിട്ടുള്ള പാൻ ഇന്ത്യ ഒരു റീസൺ ഇല്ല. പല വിഷയങ്ങൾ പല കാര്യത്തിലുണ്ടാകും, പക്ഷേ മൊത്തത്തിൽ ഇന്നതാണ് മൊത്തത്തിലുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി ഫീൽ എന്ന രീതിയിലത്തേക്ക് ഒരു വികാരമില്ല. നേരെ മറിച്ച് ഓരോ സ്റ്റേറ്റിലും, ഇപ്പോൾ അല്പം മുമ്പ് ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിൽ ഒരു റീസൺ ഉണ്ടാവാം, ആ റീസണൊന്നും ഇവിടെ ഇല്ല. ഇപ്പം നേരത്തെ പറഞ്ഞ ഉള്ളി കർഷകരുടെ പ്രശ്നമോ NCPയുടെ പ്രശ്നമോ ഒന്നും തന്നെ കേരളത്തിലില്ല. കേരളത്തിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഭരണവിരുദ്ധ വികാരം റിഫ്ലക്റ്റ് ചെയ്തേ കഴിയുള്ളൂ. കാരണം അത് കോൺഗ്രസ് അത് മറച്ചു വെച്ചിട്ടില്ല, BJP അത് മറച്ചു വെച്ചിട്ടില്ല. മറച്ചു വെക്കാനായിട്ട് ശ്രമിച്ച ഒരേ ഒരാൾ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് ഒരു വേള ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചിരുന്നു, ഇത് കേരളത്തിലെ ഒരു ഭരണത്തിൻ്റെ വിലയിരുത്തലാകുമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്ത് മാധ്യമപ്രവർത്തനമാണ് പഠിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. മറ്റൊരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹവുമായിട്ടൊരു അഭിമുഖം നടത്തുന്ന സമയത്ത് ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ കാണിക്കുന്ന ചട്ടത്തരത്തിന് ഞാനാണോ ആത്മപരിശോധന നടത്തേണ്ടത് എന്ന് ചോദിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്താണ് വരുന്നത് എന്നതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നു. നേരെ മറിച്ച് കുറേയധികം സീറ്റ് കിട്ടും, 6-7 സീറ്റ് കിട്ടും എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ കരുതിക്കോളൂ എന്ന് പറയാം. കാരണം 1-ൽ നിന്ന് 7-ലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത് വലിയൊരു വളർച്ചയാണ്. ഈ ഒരു റിഫ്ലക്ഷൻ അദ്ദേഹം മാത്രമല്ല, ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞത് എന്താണ്, പകുതി കളിയായും പകുതി കാര്യമായും അദ്ദേഹം പറഞ്ഞത് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ 1-2 ആയാലും നേട്ടമല്ലേ എന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ ഇവരുടെ ലിമിറ്റേഷൻ എന്താണെന്ന് ഇവർക്കറിയാം, എത്ര വരെ വളരാൻ കഴിയും എന്നതിനെപ്പറ്റി അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നു. അതിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. എക്സിറ്റ് പോളുകൾ വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് എന്താണ്, എക്സിറ്റ് പോൾ നാളെ വരാൻ തുടങ്ങുന്നു എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് 0 ആയിരിക്കും വെക്കുന്നത് അറിയാം എന്നാണ്. എന്ന് വെച്ചാൽ ഇതൊരു ആത്മവിശ്വാസം ഇല്ലാത്തയാൾ പിന്നെ എല്ലാത്തിനെയും തമാശയായിട്ട് കാണുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. അപ്പോൾ ഇങ്ങനെ മറ്റുള്ള ആൾക്കാരുടെ വിജയം എന്ന് പറയുന്നത് മറ്റെന്തോ ബാഹ്യമായിട്ടുള്ള കാരണങ്ങളാലാണ്, അത് കേന്ദ്ര സർക്കാരിനെ എതിർക്കുന്നത് കൊണ്ട് മാത്രമുള്ള റിഫ്ലക്ഷനാണ്, അതാണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന് പറയാനാണ് ഇവർ ശ്രമിച്ചത്. നേരെ മറിച്ച് ഇവിടെ ഭരണവിരുദ്ധ വികാരത്തിന് പറ്റുന്ന നിരവധി കാരണങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ അങ്ങുമിങ്ങും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രവർത്തിക്കാവുന്ന ഭരണവിരുദ്ധ വികാരത്തിനുള്ള കാരണങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. സപ്ലൈകോയിൽ സാധനമില്ല എന്നത് തുടങ്ങി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം പോലും കൃത്യസമയത്തിന് കിട്ടാതെ വരുന്ന ഒരവസ്ഥ, സാമ്പത്തികമായിട്ട് കേരളം എന്ത് അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള റിയാലിറ്റി, എങ്ങനെ കുത്തഴിഞ്ഞതാണ് നമ്മുടെ പൊതുജനാരോഗ്യ രംഗം, അതല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് എന്നതും രക്ഷാപ്രവർത്തനവുമൊക്കെ ആൾക്കാർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന മുറിവ് ചെറുതല്ല. അപ്പോൾ ഇതിനെ എവിടെയെങ്കിലും പ്രതികരിക്കണം. അപ്പോൾ ആ പ്രതികരിക്കുന്ന സമയത്ത് ഇത് കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്, ഞങ്ങൾ ഇങ്ങനെ വോട്ട് ചെയ്യൂ, അങ്ങനെ ചിന്തിക്കണമെന്നില്ല. പൊതുവേ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ ഒരു കമ്പലിംഗ് റീസൺ കേരളത്തിലുണ്ടായിരുന്ന 19-1 ഓൾമോസ്റ്റ് മോർ ഓർ ലെസ് അതേപോലെ തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പുഷ്, അവരെ പ്രോഡ് ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെയുള്ള ഓരോ വോട്ടർക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ BJPക്ക് ഇതുണ്ടായിരിക്കാം. BJPക്ക് വളർച്ച ഉണ്ടാകുന്നത് പോലും ആർക്കെതിരെയാണ്? CPM-നെതിരെയാണ്. BJP വളർച്ച ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലത്ത് നിഷ്പ്രഭമായി പോയിരിക്കുന്നതും CPM ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം കോൺഗ്രസ് ചീഞ്ഞെങ്കിലേ, അങ്ങനെയില്ല. ഇപ്പോൾ കോൺഗ്രസ് തൃശ്ശൂരിലാണെങ്കിലും അവർ കൊണ്ടുവരുന്നതിന് ഒരു സ്ട്രാറ്റജിക് സാധനമാണ്. പത്മജ വേണുഗോപാലിൻ്റെ ഒരു എൻട്രി വരുന്നു, അതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് വടകരയിൽ നിന്ന് മത്സരിച്ച് ജയിക്കുമായിരുന്ന K മുരളീധരനെ അത് ത്യാഗം ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും മത്സരിപ്പിച്ചു. അങ്ങനെ ഒരു സംവിധാനമാണ് ചെയ്തത്. അപ്പോൾ അന്നേരമാണ് അതിൽ വരുന്ന കാര്യത്തിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനായിട്ട് ഒരു ഭാഗത്ത് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇനി CPM എന്താണ് പറയുന്നത് നമുക്കറിയാൻ പറ്റില്ല. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, കോൺഗ്രസും BJPയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു എന്ന് പറയാം. കാരണം മുരളീധരൻ കഴിഞ്ഞ ദിവസം വരെ രണ്ടാമത് സുരേഷ് ഗോപി വന്നു കഴിഞ്ഞാൽ ഞാൻ കുറ്റം പറയുന്നത് പിണറായി വിജയനാണ് എന്ന് പറഞ്ഞിരുന്ന സുരേഷ് ഗോപി ഒന്നാമത്, ഇദ്ദേഹം മൂന്നാമതും വന്നു. അപ്പോൾ രണ്ടാമത് വന്നിരിക്കുന്നത് ഇദ്ദേഹം പറയാത്ത സങ്കല്പിക്കാത്ത ഒരാളായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഈ 19-1 ഉണ്ടാകുന്നതിന് പല പല കാരണങ്ങളുണ്ട് എന്ന് പണ്ട് CPM പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. 2019 പറഞ്ഞത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു എന്ന ചിന്ത, ശബരിമല വിഷയം, ഈ 2 കാര്യങ്ങളാണ് ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചത്. ശരി, ഈ 5 വർഷത്തിനകം കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളെയും കോൺഗ്രസ് എതിർത്തില്ലേ? ഇപ്പോൾ CAA ആയിക്കോട്ടെ, കർഷക നിയമം ആയിക്കോട്ടെ, അതേപോലെ ഇവരും എതിർത്തല്ലോ. കോൺഗ്രസിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി പല വിഷയങ്ങളിലും ആൾക്കാരെ സംഘടിപ്പിക്കുന്നതിന് ലീഗിനെ തന്നെ കൂടെ കൊണ്ടുവന്നിട്ട് സമ്മേളനത്തിന് വരൂ ചേട്ടാ കസേര ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു, ലീഗ് തന്നെ ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞിരുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണോ വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിന് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചതാണ്. ശ്രമിച്ചിട്ടും ഈ പറയുന്നത് പോലെ 18-2 എന്ന് പറയുന്ന ഈ വർക്കലയിലൊക്കെ നമ്മുടെ ആറ്റിങ്ങലിൽ കിട്ടുന്ന ഒരു ചെറിയ വ്യത്യാസത്തിൽ നിൽക്കുന്ന, അതിൽ മാത്രം കടിച്ചു തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ CPM-കാർ തന്നെയാണ്, അവരുടെ ഭരണമാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല.